ഹായ്, ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കുന്നത്. ഈ രണ്ടാമത്തെ ലെസൻ്റെ പേര് ലാഖ് കി ചൂടിയ, ഒരു അരക്ക് പോലുള്ള സാധനമാണ് ഈ ലാഖ്. ലാഖിൻ കൊണ്ടുണ്ടാക്കുന്ന, ആ അരക്ക് കൊണ്ടുണ്ടാക്കുന്ന ചൂടി എന്ന് പറഞ്ഞാൽ വളകൾ, അതിനെക്കുറിച്ചുള്ള ഒരു പാഠമായിരുന്നു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ജിബീസ് ക്ലാസ്സസ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ ഈ പ്ലേലിസ്റ്റ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേലിസ്റ്റുകളും ഓപ്പൺ ആവും. അതിൽ CBSE ക്ലാസ് 8 ഹിന്ദി എന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. बचपन में लेखक अपने मामा के गांव छाव से क्यों जाता था? ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ലേഖകൻ അദ്ദേഹത്തിൻ്റെ അങ്കിൾ മാമയുടെ ഗാവ് എന്ന് പറഞ്ഞാൽ മാമയുടെ വില്ലേജിൽ, ആ ഗ്രാമത്തിലോട്ട് ഛാവ് എന്ന് പറഞ്ഞാൽ വളരെ ഉത്സാഹത്തോടെ, വളരെ ഇഷ്ടത്തോടെ, എന്തിനാണ് പോയിരുന്നത്. ഓർ ബദലു എന്ന ആളെ ബദലു മാമ എന്ന് വിളിക്കാതെ നാ കേക്കർ ബദലു കാക്ക ക്യൂ കേത്താ, ബദലു കാക്ക എന്ന് എന്തുകൊണ്ടായിരുന്നു വിളിച്ചത്? ബച്പൻ മേ ലേഖക് അപ്നെ മാമാ കെ ഗാവ് ഛാവ് സെ ഇസ്ലിയേ ജാത്താ താ. കുട്ടിക്കാലത്ത് ലേഖകൻ അദ്ദേഹത്തിൻ്റെ മാമയുടെ അങ്കിളുടെ ഗ്രാമത്തിൽ വളരെ ഇഷ്ടത്തോടെ എന്തുകൊണ്ടാണ് പോയെന്ന് വെച്ചാൽ, എന്തെന്ന് വെച്ചാൽ ലേഖക് കെ മാമാ കെ ഗാവ് മേ ലാഖ് കി ചൂടിയാ ബനാനെ വാല കാരിഗർ ബദലു രഹത്താ താ. അപ്പോൾ ഈ അമ്മാവൻ്റെ ആ ഗ്രാമത്തിൽ ലാഖ് കൊണ്ട് ഈ ചൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ ബാംഗിൾസ്, വളകളുണ്ടാക്കുന്ന ഒരു കാരിഗർ എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ, അയാളുടെ പേരാണ് ബദലു ജീവിച്ചിരുന്നു. ബദലു ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ. ആ ബദലുവിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ അരക്കുകൾ കൊണ്ട് എന്തുണ്ടാക്കുക, ലാഖ് കൊണ്ട് വളകൾ ഉണ്ടാക്കുകയായിരുന്നു. ലേഖക് കോ ബദലു കാക്കാസെ അത്യധിക് ലഗാവ് ഥ. ഈ ലേഖകന് ആ ബദലു കാക്കയോട് വളരെയധികം ഇഷ്ടമായിരുന്നു. വഹ് ലേഖക് കോ ഢേർ സാരി ലാഖ് കി രംഗ് ബിരംഗി ഗോലിയാ ദേത്താ ഥ. ആ വർക്കറായ ഈ വളയുണ്ടാക്കുന്ന ആ ബദലു കാക്ക എന്ത് ചെയ്യും, ഈ ലേഖകനായ ഈ കൊച്ചിന് ഒരുപാട് ഈ രംഗ് ബിരംഗി എന്ന് പറഞ്ഞാൽ വളരെ കളർഫുള്ളായിട്ടുള്ള ഗോലി അല്ലെങ്കിൽ ഗോട്ടി എന്നൊക്കെ പറയും, അതുണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇസ്ലിയെ ലേഖക് അപ്നെ മാമാ കെ ഗാവ് ഛാവ് സെ ജാത്താ താ. അതുകൊണ്ടായിരുന്നു ഈ ലേഖകൻ, ഈ കൊച്ച് മാമയുടെ ആ ഗ്രാമത്തിൽ വളരെ ഇഷ്ടത്തോടെ പോയിരുന്നത്. ഗാവ് കെ സഭി ലോഗ് ബദലു കാക്ക കേക്കർ ബുലാത്തെ തെ. ആ ഗ്രാമത്തിൽ എല്ലാവരും ആ ബദലു എന്ന ആളെ ബദലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. ഇസ് കാരൺ, അതുകൊണ്ടാണ് ലേഖക് ഭി ബദലു മാമ നാ കേക്കർ, ബദലു മാമ എന്ന് വിളിക്കാതെ ബദലു കാക്ക എന്ന് വിളിച്ചിരുന്നത്. അടുത്തത് വസ്തുവിനിമയ് ക്യാ ഹെ? വസ്തുക്കളുടെ കൈമാറ്റം അതെന്താണ്? വിനിമയ്ക്ക് പ്രചലിത് പദ്ധതി ക്യാ ഹെ? ഈ കൈമാറ്റത്തിൻ്റെ പ്രചലിതമായ ഇപ്പോഴുള്ള പദ്ധതി, ശരിക്കുമുള്ള പദ്ധതി എന്താണ്? വസ്തു വിനിമയ് മേ ഏക് വസ്തു കോ ദൂസരി വസ്തു ദേക്കർ ലിയാ ജാത്താ ഹെ. അപ്പോൾ വസ്തുവിനിമയം എന്ന് പറയുമ്പോൾ ഒരു വസ്തു കൊടുത്തിട്ട് വേറൊരു വസ്തു അവരിൽ നിന്ന് വാങ്ങിക്കുക, ഒരു വസ്തു കൊടുക്കുക മറ്റൊരെണ്ണം വാങ്ങിക്കുക. വസ്തു കെ ലിയേ പൈസെ നെഹി ലിയ ജാത്തെ. നമ്മൾ ഒരു വസ്തു കൊടുക്കുകയാണെങ്കിൽ, ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൈസയല്ല വാങ്ങിക്കുന്നത്, അവരിൽ നിന്ന് വേറൊരു വസ്തുവാണ് തിരിച്ച് വാങ്ങിക്കുന്നത്. വസ്തു കെ ബദലെ വസ്തു ലി ദി ജാത്തി ഹെ. വസ്തുവിൻ്റെ പകരം, ഒരു സാധനത്തിന് പകരം വേറൊരു വസ്തു, ലി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, ദി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യും. കിന്തു പക്ഷേ ഇപ്പോൾ മുദ്ര കെ ചലൻ കെ കാരൺ
മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ, നോട്ട് അല്ലെങ്കിൽ നാണയം ഉള്ളതുകൊണ്ട് വർത്തമാൻ പരിവേഷ് में ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വസ്തു का लेन देन എന്ന് പറഞ്ഞാൽ എടുക്കുക, देन എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഈ വസ്തുവിൻ്റെ लेन देन മുദ്രാക്കെ ദ്വാര होता है, നാണയം കൊണ്ടാണ് നടക്കുന്നത്. വിനിമയക്ക് പ്രചലിത് പദ്ധതി, ഈ വിനിമയത്തിനുള്ള പ്രചലിതമായ അല്ലെങ്കിൽ എല്ലാവിടെയുള്ള ഇപ്പോഴുള്ള പദ്ധതി എന്ന് പറയുന്നത് പൈസയാണ്, രൂപയാണ്, നാണയമാണ്. മഷീനി യുഗ്, മെഷീനി യുഗ് അല്ലെങ്കിൽ മെഷീനിൻ്റെ യുഗം. മെഷീനി യുഗ് നെ കിത്തനെ ഹാത്ത് കാട് ദിയേ ഹെ, എത്ര പേരുടെ കൈകൾ മുറിച്ചു അല്ലെങ്കിൽ കൈകൾ വെട്ടി. അങ്ങനെ ഒരു വാക്ക് ഇതിൽ പറയുന്നുണ്ട്, ഒരു സെൻറ്റൻസ്. ഇസ് पंक्ति में लेखक ने किस व्यथा की ओर संकेत किया है. ഈ പങ്ക്തിയിൽ, ഈ സെൻറ്റൻസിൽ ഈ ലേഖകൻ ഏത് വ്യഥയെക്കുറിച്ച്, ഏത് സങ്കടത്തെക്കുറിച്ചുള്ള സങ്കേതം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഹിൻ്റാണ് ഇവിടെ തരുന്നത്. ഈ പങ്ക്തിയിൽ ലേഖക് നെ കാരിഗറോ കി വ്യഥാ കി ഓർ സങ്കേത് കിയാ ഹെ. കാരിഗർ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ, അവരുടെ വിഷമത്തിനെയാണ് ഇവിടെ ലേഖകൻ കാണിച്ചിരിക്കുന്നത്. കി മഷീനോ കെ ആഗമൻ കെ സാത്ത്, മെഷീൻ വന്നപ്പോൾ, ഒരുപാട് മെഷീനുകൾ വന്നപ്പോൾ എന്തുപറ്റി? കാരിഗറോ കെ ഹാത്ത് സെ കാം ധന്ദ എന്ന് പറഞ്ഞാൽ ജോലിയും കൂലിയൊക്കെ ഛീൻ ഗയ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക്, അതായത് വർക്കർമാർക്ക് ജോലി ഇല്ലാതായി. അതെല്ലാം മെഷീനുകൾ ചെയ്യാൻ തുടങ്ങി. മാനോ ഉൻകെ ഹാത്ത് ഹി കട്ട് ഗയോ ഹോ. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് ഒരു മനുഷ്യൻ്റെ കൈ വെട്ടി മുറിച്ചു പോയ പോലെയാണ് ആ ജോലി ചെയ്യുന്ന ആൾക്ക് ജോലി ഇല്ലാതാവുമ്പോൾ. ഉൻ കാരിഗറോ കാ റോജ്ഗാർ ഇൻ पैतृक काम धंधों से ही चलता था. ആ വർക്കേഴ്സിൻ്റെ റോജ്ഗാർ എന്ന് പറഞ്ഞാൽ ജോലി അല്ലെങ്കിൽ ജോലിയൊക്കെ എന്താണ്? ഇൻ പൈതൃക് കാം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ജനറേഷൻസായി ചെയ്തു വന്നിരുന്ന അങ്ങനെയുള്ള കാം ധന്ദ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി. അതിൽ നിന്നായിരുന്നു അവർക്ക് ജീവിക്കാനുള്ള മാർഗം അവർക്ക് കിട്ടിയിരുന്നത്. ഉസ്കെ അലാവ, അതല്ലാതെ ഉനോനെ കഭി കുച്ച് നഹീ സിഖാ താ, ആ ജോലിയല്ലാതെ അവർ വേറൊരു ജോലിയും അവർ പഠിച്ചിട്ടില്ല. പീഡി ദർ പീഡി എന്ന് പറഞ്ഞാൽ ജനറേഷൻ, ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ അപ്നി ഇസ് കലാക്കോ ബടാത്തെ ചലേ ആ രഹേ ഹെ. ഈ അവരുടെ കല, അവരുടെ ജോലി അത് തന്നെയാണ് ഒരു ജനറേഷൻ ചെയ്യും, അടുത്ത ജനറേഷൻ അത് കൈമാറും, അവർ അടുത്ത ജനറേഷന് കൈമാറും. അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് അവർ അത് തന്നെയാണ് ചെയ്തു വന്നിരുന്നത്. ഓർ സാത്ത് മേ റോജി റോട്ടി എന്ന് പറഞ്ഞാൽ ദിവസം ഭക്ഷിക്കാനുള്ള ഭക്ഷണം. റോജി റോട്ടി ഭി ചല രഹേ ഹെ, അതിൽ നിന്നാണ് അവർക്ക് ദിവസമുള്ള കഴിയാനുള്ള ചിലവിനുള്ള പൈസയെല്ലാം കിട്ടുന്നത്. പരന്തു പക്ഷേ മെഷീനി യുഗനെ, ഈ മെഷീൻ യുഗം എന്ത് ചെയ്തു? ജഹാ എനിക്ക് റോജി റോട്ടി പർ വാർ കിയാ ഹെ, ആ റോജി റോട്ടി അവരുടെ എന്നുള്ള ആ ഒരു സമ്പാദ്യം ഇല്ലാതായി. മെഷീനോനെ ലോഗോക്കോ ബേറോജ്ഗാർ ബനാ ദിയ. ഈ മെഷീൻസ് ആൾക്കാരെ ബേറോജ്ഗാർ എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്തവർ, അൺഎംപ്ലോയിഡ് ആക്കി, ജോലിയില്ലാതാക്കിയ ആൾക്കാരുടെ. बदलू के मन में ऐसी कौन सी व्यथा थी जो लेखक से छिपी न रह सकी. അപ്പോൾ ബദലുവിൻ്റെ മനസ്സിൽ അങ്ങനെ എന്ത് വ്യഥ അല്ലെങ്കിൽ എന്ത് സങ്കടമായിരുന്നു, അത് ലേഖകൻ്റെ മനസ്സിൽ വയ്ക്കാൻ പറ്റിയില്ല, അത് പുറത്തു പറഞ്ഞു. അതായത് മനസ്സിൽ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റാതെ ലേഖകന് തോന്നിയ ബദലുവിൻ്റെ ഒരു സങ്കടം എന്തായിരുന്നു? ബദലു ലാക്കി ചൂടിയ ബേച്ചാ കർത്താ ഥാ. ബദലു എന്ന് പറയുന്ന ആ ബദലു കാക്ക ഈ ലാക്ക് കൊണ്ടുണ്ടാക്കുന്ന വളകൾ വിറ്റാണ് ജീവിച്ചിരുന്നത്. परंतु जैसे जैसे कांच की चूड़ियों का പ്രചലൻ बढ़ता गया. കാഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് അല്ലെങ്കിൽ ചില്ല് കുപ്പിവളകളുടെ കാലം വന്നപ്പോൾ ഉസ്കാ വ്യവസായ ठप पड़ने लगा. ഈ ബദലുവിൻ്റെ ബിസിനസ് നടക്കാതായി. അപ്പോൾ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഈ കുപ്പി കൊണ്ടുള്ള കുപ്പിവള
കുപ്പിവെള്ള വന്നപ്പോൾ ഇദ്ദേഹത്തിന് ജോലിയില്ലാതായി. ഓർ अपने व्यवसाय की यह दुर्दशा बदलू के मन ही मन കച്ചോടത്തി थी. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ജോലിയില്ലാത്ത അവൻ്റെ ബിസിനസ് പൊളിഞ്ഞ ആ ഒരു വിഷമം ബദലുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. बदलू के मन में इस बात की व्यथा थी कि मशीनी युग के प्रभाव स्वरूप उस जैसे अनेक कारीगरों को बेरोजगारी और अपेक्षा का शिकार होना पड़ा. അപ്പോൾ അവൻ്റെ ബദലുവിൻ്റെ മനസ്സിൽ ബദലു അല്ലാതെ ഒരുപാട് പേരും ഈ മെഷീൻ യുഗം വന്നപ്പോൾ എന്തുപറ്റി, മറ്റുള്ള പല വർക്കേഴ്സും എന്തായി മാറി, ബേരോജ്ഗാറായി മാറി. ബേരോജ്ഗാർ എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്തവരായി മാറി. ഓർ അപേക്ഷക്ക അങ്ങനെയുള്ള ജോലി ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. अब लोग कारीगरी की कद्र न करके दिखावटी चमक पर अधिक ध्यान देते हैं. കാരിഗറി എന്ന് പറഞ്ഞാൽ ഈ ലാക്കി ചൂടി അല്ലെങ്കിൽ ഈ ഇതുകൊണ്ടുണ്ടാക്കുന്ന അബ് ലോഗ് കാരിഗറിക്ക് കദ്ർ ന കർക്കെ, കാരിഗറി എന്ന് പറഞ്ഞാൽ ആ വർക്കിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ദിഖാവട്ടി ചമക്, ദിഖാവട്ടി എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ഒരു പുറം മോടി, അതിനാണ് അധികം ഫോക്കസ് കൊടുക്കുന്നത്. യെ വ്യഥ ലേഖക് സെ ചിപ്പി ന രസക്കി. അപ്പോൾ ആ ഒരു വ്യഥ, ആ ഒരു വിഷമമാണ് ലേഖകനോട് പറയാതെ അല്ലെങ്കിൽ ലേഖകനെ അറിയിക്കാതെ വയ്ക്കണമെന്ന് തോന്നി, പക്ഷെ അത് അറിയിക്കാതെ വയ്ക്കാൻ പറ്റിയില്ല, അതും പുറത്തു വന്നു ഇതാണ് അതിൻ്റെ ആൻസർ. മെഷീനി യുഗ് സെ ബദലു കെ ജീവൻ മേ ക്യാ ബദലാവായ. മെഷീൻ യുഗത്തിലെ ബദലുവിൻ്റെ ജീവിതത്തിൽ എന്ത് ചേഞ്ചാണ് ബദലാവ് എന്ന് പറഞ്ഞാൽ എന്ത് ചേഞ്ച് വന്നു. മെഷീനി യുഗ് സെ ബദലു കെ ജീവൻ മേ യേ ബദലാവായ. ഈ മെഷീൻ യുഗത്തിൽ ബദലുവിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് പറയുന്നത് ബദലു കാ വ്യവസായ ബന്ദ് ഹോ ഗയ. ബദലുവിൻ്റെ വ്യവസായം, ബദലുവിൻ്റെ ബിസിനസ് നിന്നുപോയി. ये वह बेरोज़गार हो गया. बेरोज़गार എന്ന് പറഞ്ഞാൽ തൊഴിലില്ലാത്ത ആളായി മാറി. काम न करके वे काम न करने से, ജോലി ചെയ്യാത്തത് കൊണ്ട് ഉസ്ക ശരീർ ഭി ഢൽ ഗയ, അതായത് ശരീരത്തിന് ബലമില്ലാതായി മാറി. ഉസ്കെ ഹാത്തോ മാഥെ പർ നസെ എന്ന് പറഞ്ഞാൽ ഈ വെയിൻസ് അല്ലെങ്കിൽ ഞരമ്പുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലും നെറ്റിയിലും എല്ലാം ഞരമ്പുകൾ ഇങ്ങനെ പിടച്ചു കിടക്കുന്നു, ഞരമ്പുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അബുവ ബീമാർ രഹനേലക, അതായത് രോഗിയുമായ ആണിപ്പോൾ. ഒരുപാട് രോഗങ്ങൾ കൊണ്ടും അദ്ദേഹം വിഷമിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ജോലി ചെയ്യാത്തതുകൊണ്ട് ശരീരത്തിലും അതിനുള്ള മാറ്റങ്ങൾ വന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ മെഷീൻ യുഗം കൊണ്ട് അദ്ദേഹത്തിൽ വന്ന ബദലൂൽ വന്ന മാറ്റങ്ങൾ. लाख की वस्तुओं का निर्माण भारत के किन किन राज्यों में होता है. ഈ ലാക്കി വസ്തു അല്ലെങ്കിൽ ഈ ലാക്ക് കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ ഭാരതത്തിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. ലാക്ക് സേ ചൂടിയോക്കെ അതിരിക്ത്, ഈ ലാക്ക് കൊണ്ട് ബാംഗിൾസ് അല്ലാണ്ട്, വളകളല്ലാതെ അതിരിക്ത് അതല്ലാതെ ക്യാ ക്യാ ചീസേം ബൻത്തി ഹെ, വേറെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ലാക്കി വസ്തുവൊക്കെ നിർമ്മാൺ സർവാധിക് ഉത്തർപ്രദേശ് മേ ഹോത്താ ഹെ. ഉത്തർപ്രദേശിലാണ് ഈ ലാക്കി വസ്തു, ലാക്ക് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നത്. ലാക്ക് സെ ചൂടിയ, ബാംഗിൾസ് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൂർത്തി ഉണ്ടാക്കുന്നുണ്ട്. ഗോലിയ എന്ന് പറഞ്ഞാൽ ഈ ഗോലികൾ പിള്ളേർ കളിക്കാനുള്ള. തഥാ സജാവട്ട് കി വസ്തുവാണ്. സജാവട്ട് എന്ന് പറഞ്ഞാൽ അലങ്കാര വസ്തുക്കൾ, സജാവട്ട് എന്ന് പറഞ്ഞാൽ അലങ്കാര വസ്തുക്കൾ. അതുപോലെ തന്നെ സജാവട്ട് കി വസ്തുവൊക്കെ നിർമ്മാണമൊത്തായി, അതിൻ്റെ എല്ലാം നിർമ്മാണം ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.